യേശുക്രിസ്തു BJP ആണോന്നാണ് ചോദ്യം. അയ്യോ ഒരു മിനിറ്റ്, കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുക്രിസ്തു ഇപ്പോ BJP ആണ്. കളിച്ച് കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുക്രിസ്തു BJP ആണോ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ഗോപാലകൃഷ്ണൻ ആകെ ഒരു വെറൈറ്റി അറിയുള്ളൂ, ഗോമാതാവ്. അതെ, അത് ശരിയാ, സത്യമാണ്. ഞങ്ങൾക്ക് ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞാൽ അല്പം ബഹുമാനം. എന്താ ചെയ്യാ? ഗോപു സത്യം പറയണം. അല്ല, ബീഫ് അടിക്കോ? ബീഫ് കഴിക്കോ? പറഞ്ഞോട്ടെ. നീ ബുദ്ധിമാനായിരിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. അതെ, ഓണ വഴിക്ക് ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ തൊള്ളെ കൊള്ളാത്ത വർത്താനം പറഞ്ഞ ആളെ മേപ്പിട്ട് തരണം. ഗോപു ബീഫ് കഴിക്കും. എന്നെ എങ്ങ് തെക്കോട്ട് എടുക്കോ ഭഗവതി, എന്റെ കൊടല് നമ്മൾ എടുക്കും. ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി നന്നായിട്ട് കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെ പോലെ ഇല്ല. എങ്ങനെ മനസ്സിലായില്ല? ഇതിന് ഒരു ഗ്രാമത്തിന്, ഒരു വീട്ടില് സ്വയം പര്യാപ്തതയ്ക്ക് ഒരു പശു വേണം. ആ പശുവിനെ സംരക്ഷിക്കണം. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പശുവിനെ കൊണ്ടുപോയി അറക്കുക, കാളെ പരസ്യമായി അറക്കുക. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി നന്നായിട്ട് കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ? പണ്ടൊരിക്കൽ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ തെറ്റിച്ച് നടുക്ക് നിന്ന് രക്തം കുടിച്ച കുറുക്കന്റെ ഗതി അറിയാലോ. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജിക്ക് അപ്പ അവിടെ ഓടിയെത്തും. ഇങ്ങനൊരു ആളുപടിയുള്ളത് നമ്മുടെ നാടിന്റെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി.